ധനുഷേ, ഇന്ത്യൻ വ്യോമസേന ഇസ്രായേലിൽ ഇറങ്ങിയിരിക്കുകയാണ്. അപ്പോൾ നമുക്കറിയാം, ഇപ്പം യുദ്ധം നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇന്ത്യൻ വ്യോമസേന ഇസ്രായേലിൽ പറന്നിറങ്ങി എന്ന് പറയുന്നത് പ്രധാനപ്പെട്ട ഒരു കാര്യമായി നമ്മൾ കാണുന്നു. എന്താണ് അതിൻ്റെ വാർത്തകൾ? ലോകരാജ്യങ്ങളിൽ ഞെട്ടി. ഇന്ത്യൻ വ്യോമസേന ലോകരാജ്യങ്ങളിൽ ഞെട്ടി എന്നതിലുപരി ഇന്ത്യക്ക് ഈ തങ്ങളുടെ പട്ടാളക്കാരോടുള്ള ഒരു ആത്മാർത്ഥത എത്രത്തോളം ഉണ്ട് എന്ന് ലോകരാജ്യങ്ങൾക്ക് മനസ്സിലായ ഒരു ദിവസമായിരുന്നു കഴിഞ്ഞ ദിവസം കടന്നുപോയത്. ഇന്ത്യ അവിടേക്ക് പറന്നിറങ്ങി എന്ന് പറയുമ്പോൾ പല ആൾക്കാരും വിചാരിക്കുന്നത് ഇസ്രായേലില് എന്തോ ഓപ്പറേഷനായിട്ട് അല്ലെങ്കിൽ ഇസ്രായേലിന്റെ കൂടെ ചേർന്ന് നിന്ന് ഹിസ്ബുള്ളയെ അടിക്കാനോ അല്ലെങ്കിൽ അതിന്റെ താഴെ കിടക്കുന്ന ഹമാസിന് പണി കൊടുക്കാനോ ഇറാനെ അടിക്കാനോ അവർ കൂടെ ചേർന്നു. കാരണം അങ്ങനെ നമ്മൾ വിചാരിക്കാൻ നമുക്ക് റീസൺസ് ഉണ്ട്. എന്ന് പറഞ്ഞാല് ഇസ്രായേലില് അമേരിക്കയുടെ പട്ടാളവും ഇവിടെ ബ്രിട്ടന്റെ പട്ടാളവും എത്തിയിട്ടുണ്ട്. അമേരിക്കയുടെ പട്ടാളവും ബ്രിട്ടന്റെ പട്ടാളവും ഇസ്രായേൽ എത്തിയതിന്റെ പ്രധാനപ്പെട്ട കാരണം ഒരു വലിയ സമ്പൂർണ്ണ യുദ്ധത്തിലേക്ക്, കരയുദ്ധത്തിലേക്ക് പോവുകയാണ്. അമേരിക്കയുടെ എബ്രഹാം ലിങ്കൺ എന്ന് പറയുന്ന പടക്കപ്പല്, അമേരിക്കയുടെ USS ട്രോജൻ എന്ന് പറഞ്ഞ കപ്പല്, 2 ഡെസ്ട്രോയിഡുകൾ ഒമാൻ കടലിടുക്കിൽ അവർ കപ്പൽ കൊണ്ടിട്ടിരിക്കുന്നു. സകല രാജ്യങ്ങളും ഇസ്രായേലിനെ സപ്പോർട്ട് ചെയ്ത് ഇസ്രായേലിലേക്ക് ട്രൂപ്പുകൾ അയക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടാകുന്നു എന്നുള്ള വാർത്തകളൊക്കെ പുറത്തു വരുന്നതിന് പിന്നാലെ ഇങ്ങനൊരു വാർത്ത കേൾക്കുമ്പോൾ നമ്മൾ വിചാരിക്കും ഇന്ത്യ എന്ന് പറയുന്ന മഹാരാജ്യം അങ്ങോട്ടേക്ക് നമ്മുടെ പട്ടാളക്കാരെ അയച്ചു എന്നുള്ളതാണ്. കാരണം ഇന്ത്യ അവർക്ക് ആയുധങ്ങൾ കൊടുക്കുന്നുണ്ടല്ലോ. ഒരിക്കലും ഇന്ത്യ ചെയ്യില്ല. ഇന്ത്യ കഴിഞ്ഞ ദിവസം പോലും നരേന്ദ്രമോദി പലസ്തീൻ ജനത അനുഭവിക്കുന്ന ദുരിതങ്ങളെ കുറിച്ച് പറഞ്ഞതേ ഉള്ളൂ. അങ്ങനെ പറയുകയും ഇസ്രായേലിന് നമ്മൾ അവരുടെ കാര്യങ്ങളും പരിഹരിക്കപ്പെടണം എന്ന് പറയുകയും ചെയ്യും. കാരണം രണ്ടുപേരുടെ ഭാഗത്തും ന്യായവും ഉണ്ട്, അന്യായവും ഉണ്ട്. ആ ഒരു നിലപാടാണ് ഇന്ത്യ എപ്പോഴും സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. റഷ്യയുടെ കാര്യം നമ്മൾ സ്വീകരിച്ചത്? റഷ്യയിലും യുക്രൈനിലും നമ്മൾ പോയി. രണ്ടുപേരുടെ ഭാഗത്തും ന്യായവും ഉണ്ട്, അന്യായവും ഉണ്ട്. റഷ്യയെ നമ്മൾ പണക്കുന്നില്ല, റഷ്യ നമ്മുടെ ചങ്കാണ്. പക്ഷെ യുക്രൈൻ എന്ന് പറയുന്ന രാജ്യം നമ്മുടെ ചങ്കും മത്തങ്ങയൊന്നും അല്ല. യുക്രൈൻ എന്ന് പറയുന്ന രാജ്യം മാനുഷിക പരിഗണന, അതെ, നമുക്ക് എതിരെ നിൽക്കുന്ന രാജ്യമാണെങ്കിലും ഹ്യൂമാനിറ്റി എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട്. ആ ഹ്യൂമാനിറ്റി എന്ന് പറയുന്ന ആ ഒരു വാക്കിന് 100% നീതി പുലർത്തുന്ന ഒരു രാജ്യമാണ് ഇന്ത്യ എന്ന് ഞാൻ പറയുന്നത്. 100 അല്ല, 150% നീതി പുലർത്തുന്ന രാജ്യം. കഴിഞ്ഞ ദിവസം നടന്ന സംഭവം എന്ന് പറഞ്ഞാൽ ഇസ്രയേലിൽ ഗോലാൻ ഹൈറ്റ്സ് എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട്. ഈ ഇസ്രായേലിനും സിറിയയുടെയും ഇടയ്ക്ക് കിടക്കുന്ന സ്ഥലമാണ്. 1967 ഒരു യുദ്ധം ഉണ്ടായി. ഈ യുദ്ധത്തിൽ ഇസ്രായേൽ സകലയിലെയും ചുരുട്ടിക്കൂട്ടിയ യുദ്ധമാണ്. അങ്ങനെ 1967 യുദ്ധം ഉണ്ടായപ്പോൾ ഈ ഗോലാൻ ഹൈറ്റ്സ് ഏകദേശം ഇസ്രായേൽ പിടിച്ചെടുത്തു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഏകദേശം ഇസ്രായേൽ പിടിച്ചെടുത്തു, ഇസ്രായേലിന്റെ അധീനതയിലാണ്. അപ്പൊ ഈ ഗോലാൻ കുന്നുകളിൽ ഇസ്രായേൽ അധീനതയിൽ നിർത്തിയപ്പോൾ അവിടെ ഇന്ത്യയുടെ കുറച്ച് പട്ടാളക്കാരെ ഇറക്കി. ഇന്ത്യയുടെ കുറച്ച് പട്ടാളക്കാരെ എന്തിനാണ് ഇറക്കിയതെന്നുള്ള ചോദ്യം ഉണ്ടല്ലോ. ഈ UN ഒരു സേനയുണ്ട്, UN ഇന്ററിം ഫോഴ്സ്, യുണൈറ്റഡ് നേഷൻസ് ഇന്ററിം ഫോഴ്സ് ഉണ്ട്. അതായത് ലോക സമാധാനം കൊണ്ടുവരാനായിട്ട് UN ഉണ്ടാക്കിയിരിക്കുന്ന ഒരു സേനയാണ്. വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള സൈനികരാണ് അതിനകത്ത് വന്നിരിക്കുന്നത്. ഈ വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള സൈനികരെല്ലാം കൂടെ, ഇപ്പൊ എൻ്റെ ഒരു ഓർമ്മ ശരിയാണെങ്കിൽ അല്ലെങ്കിൽ അറിവ് ശരിയാണെങ്കിൽ, തെറ്റാണെങ്കിൽ നമുക്ക് നോക്കാം, 6000 പട്ടാളക്കാരാണെന്ന് തോന്നുന്നു ഇന്ത്യ വിട്ടുകൊടുത്തിരിക്കുന്ന. ഇന്ത്യ പല രാജ്യങ്ങളിലോട്ട്, ഇപ്പം മാൽദീവ്സിൽ ഇന്ത്യൻ പട്ടാളക്കാരില്ലേ, മാൽദീവ്സിലെ സൈന്യത്തിന് ട്രെയിനിങ് കൊടുക്കാൻ ഇന്ത്യൻ പട്ടാളക്കാരുണ്ട്. വിയറ്റ്നാമിൽ നമ്മൾ ഇന്ത്യൻ പട്ടാളക്കാർക്ക് ട്രെയിനിങ് കൊടുക്കുന്ന, തായ്വാനിൽ കൊടുക്കുന്നില്ലേ, അവിടെയൊക്കെ ഇന്ത്യൻ പട്ടാളക്കാർ പോയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഇന്ത്യൻ പട്ടാളക്കാരെ നമ്മൾ ഇന്ററിം ഫോഴ്സിലേക്ക് വിട്ടുകൊടുക്കുകയും ആ 6000 പട്ടാളക്കാരിൽ നിന്ന് 600 പട്ടാളക്കാരെയാണ് ഈ ഗോലാൻ ഹൈറ്റ്സിൽ നമ്മൾ നിയോഗിച്ചിരിക്കുന്നത്. എനിക്ക് തോന്നുന്നു 3 രാജ്യങ്ങളിൽ നിന്നുള്ള പട്ടാളക്കാരെ അവിടെ നിയമിച്ചിട്ടുണ്ട്. അതിൽ ഒരു പട്ടാളം ഒരു ടീം നമ്മളാണ്. അപ്പൊ ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യം സംഘർഷഭരിതമായിട്ടുള്ള കാര്യങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇങ്ങനെ സംഘർഷഭരിതമായിട്ടുള്ള ഒരു സാഹചര്യത്തിൽ നമ്മുടെ ഒരു ഇന്ത്യൻ ജവാൻ അവിടെ പരിക്കേൽക്കുന്നു. ഹവിൽദാർ സുരേഷ് R എന്ന 33 വയസ്സുള്ള ഹവിൽദാറാണ്. അപ്പോൾ ആ പുള്ളിക്കാരനെ എയർലിഫ്റ്റ് ചെയ്യാനാണ്. മലയാളിയാണോ എന്ന് എനിക്ക് ഉറപ്പില്ല. സുരേഷ് എന്ന പേരിൽ കേട്ടോ മലയാളി, അതെനിക്ക് ഉറപ്പില്ല. അപ്പോൾ അനൂപ് സിംഗ് എന്ന് പറയുന്ന ലഫ്റ്റനന്റ് കേണലിന്റെ ആ ഒരു നേതൃത്വത്തിലാണ് ഇന്ത്യൻ വ്യോമസേന അവിടേക്ക് പറന്നിറങ്ങിയത്. കഴിഞ്ഞ ദിവസം മിനിറ്റുകൾക്കകം അവിടേക്ക് പറന്നിറങ്ങി എന്നാണ്. സംഘർഷഭരിതമായിട്ടുള്ള അന്തരീക്ഷത്തിലാണ് ഇന്ത്യൻ വ്യോമസേന അവിടെ പറന്നിറങ്ങി. അതെ, അവിടെ മിനിറ്റുകൾക്കകം അവിടെ പറന്നിറങ്ങി അയാളെ എയർലിഫ്റ്റ് ചെയ്തുകൊണ്ട് പോയി. നമ്മുടെ ആംബുലൻസ് ആയിട്ടുള്ള C-130J എന്ന് പറയുന്ന ആംബുലൻസിൽ എയർലിഫ്റ്റ് ചെയ്തുകൊണ്ട് പോയി അവിടെ നിന്ന് ടെൽ അവീവിൽ നിന്ന് നേരെ ജാംനഗറിൽ എത്തിച്ചു. ജാംനഗറിൽ നിന്ന് RR എന്ന് പറഞ്ഞ ഹോസ്പിറ്റലിലേക്ക് മാറ്റി. ഇതിൽ ഏറ്റവും നമ്മൾ രസകരമായിട്ട് അല്ലെങ്കിൽ ഏറ്റവും നമ്മൾ ഇമ്പോർട്ടന്റ് ആയിട്ട് കാണേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഇത് വേണമെങ്കിൽ UN ചെയ്തോട്ടെ എന്ന് പറഞ്ഞ് നമുക്ക് മാറി നിൽക്കാം. അങ്ങനെയാണ് പല രാജ്യങ്ങളും ചെയ്യുന്നത്. പക്ഷെ ഇന്ത്യ അങ്ങനെ മാറി നിന്നില്ല. ഇന്ത്യ ഇത് അറിഞ്ഞ ആ നിമിഷം ആക്ട് ചെയ്തു.
നമ്മുടെ സൈനികന് എത്ര ആ ജീവൻ വളരെ വിലപ്പെട്ടതാണ്, അല്ലെങ്കിൽ ആ സൈനിക അല്ല അതിന്റെ ഇമ്പോർട്ടൻസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇന്ത്യൻ ആർമിക്ക് ഓരോ നമ്മുടെ ഇന്ത്യൻ പട്ടാളക്കാർക്കും നമ്മൾ എത്രത്തോളം ഇമ്പോർട്ടൻസ് കൊടുക്കുന്നു എന്നുള്ളതിന്റെ ഉത്തമ ഉദാഹരണമാണ്. UN അത് ട്വീറ്റ് ചെയ്തിട്ടുണ്ട്. UN അതിൽ പറയുന്നുണ്ട് എത്ര ചടുലമായിട്ടാണ് നമ്മുടെ നീക്കങ്ങൾ എന്നുള്ള രീതിയിൽ UN ട്വീറ്റ് ചെയ്തത്. അതാണ് ഞാൻ പറഞ്ഞത് ലോകരാജ്യങ്ങൾ ഞെട്ടി എന്ന് പറഞ്ഞത്. മനസ്സിലായില്ലേ? ഇപ്പോ പാകിസ്ഥാൻ പട്ടാളം വരില്ല, കാരണം നമ്മൾ അവിടെ ബോംബ് പൊട്ടിച്ചാവാനല്ലോ ആൾക്കാർ, സമാധാന സേനയാണല്ലോ, ഇത് ബോംബ് പൊട്ടിച്ചാവാനല്ലോ ആൾക്കാരെ കൊണ്ടുപോകുന്നത്. അപ്പോൾ ഇപ്പൊ പാകിസ്ഥാന്റെ പട്ടാളമൊക്കെ ആയിരുന്നെങ്കിൽ പാകിസ്ഥാൻ കൈ കഴുകി നിന്നേനെ, കാരണം ഇത് UN ഉത്തരവാദിത്തമാണ്, UN അത് നടപ്പിലാക്കട്ടെ എന്ന് പറഞ്ഞ് അവർ കൈ കഴുകി നിൽക്കുന്ന ഒരു സാഹചര്യം നമ്മൾ കണ്ടേനെ. പക്ഷെ ഇന്ത്യ എങ്ങനെയല്ല. അതാണ് ഞാൻ പറഞ്ഞത്, ഹ്യൂമാനിറ്റിക്ക് നമ്മൾ കൊടുക്കുന്ന സന്ദേശങ്ങൾ വളരെ വലുതാണെന്നുള്ള കാര്യം. എവിടെ നിന്നൊക്കെ നമ്മൾ ഇന്ത്യ നമ്മുടെ ആൾക്കാരെ ഇവാക്യുവേറ്റ് ചെയ്തുകൊണ്ട് വന്നിട്ടുണ്ട്. നമുക്കറിയാം, റഷ്യ യുക്രൈൻ യുദ്ധം നടന്നപ്പോൾ ഇന്ത്യ നടത്തിയ ചടുലമായിട്ടുള്ള നീക്കങ്ങൾ ഉണ്ടായിരുന്നല്ലോ. ഇന്ത്യ നടത്തിയ അതേ ചടുലമായിട്ടുള്ള, അന്ന് ഇവിടുത്തെ മാധ്യമപ്രവർത്തകരായിട്ടുള്ള പല ആൾക്കാരും ഈ യുക്രൈനിലെ ബങ്കറുകളിൽ ഇരുന്നുകൊണ്ട് ഈ മിസൈലുകളും വീഴുമ്പോൾ മലയാളികൾ ഭയന്ന് വെള്ളമില്ല, ഭക്ഷണമില്ല, അങ്ങനത്തെ സാഹചര്യത്തിൽ നമ്മുടെ ചാനലുകളിലേക്ക് വിളിക്കുന്നൊരു ഞാനും കണ്ടുകൊണ്ടിരിക്കുന്നത്. നികേഷ് കുമാർ ആയിരുന്നു തോന്നുന്നു അതിന്റെ റിപ്പോർട്ടർ ചാനലിൽ നിന്ന്. നികേഷ് കുമാറിനെ വിളിച്ചിട്ട് അവർ കരയുകയാണ്, ഇത് ചെയ്യണമെന്നറിയില്ല, ഭയങ്കര ബുദ്ധിമുട്ടാണ്. അന്ന് നികേഷ് കുമാർ പറഞ്ഞൊരു ഡയലോഗ് ഉണ്ട്. പുള്ളി ഈ കാര്യത്തിലൊക്കെ പൊളിയാണ് കേട്ടോ. പുള്ളി ഒരു BJP വിരുദ്ധ CPM കാരനാണെങ്കിൽ പുള്ളി ഈ കാര്യത്തിൽ ഭയങ്കര രസമാണ്. പുള്ളി ഈ കാര്യം അന്ന് അവരെ ആശ്വസിപ്പിച്ച വിധം എന്ന് പറഞ്ഞാൽ നമുക്ക് കുളിര് പോയി. പുള്ളി അന്ന് പറഞ്ഞത്, ഒരു കാര്യം നിങ്ങൾ നോക്കൂ, നിങ്ങൾ ഭയപ്പെടേണ്ട യാതൊരുവിധ ആവശ്യമില്ല, ശക്തനായിട്ടുള്ള ഒരു ഭരണാധികാരി ഇന്ന് നമുക്കുണ്ട്. റഷ്യ എന്ന് പറയുന്ന രാജ്യത്ത് ഇന്ന് നരേന്ദ്രമോദിയോളം ഇടപെടാൻ കഴിവുള്ള വേറൊരാളില്ല. അപ്പം നമുക്ക് വേണ്ടി മോദി റഷ്യൻ പ്രസിഡന്റിനെ വിളിക്കും, റഷ്യൻ പ്രസിഡന്റ് മോദി വിളിച്ചാൽ മാത്രമേ ഫോൺ എടുക്കുകയുള്ളൂ, ഭയപ്പെടേണ്ട ആവശ്യമില്ല. അതുപോലെ തന്നെ നടന്നില്ലേ? നമ്മുടെ ആ ഒരു ഇതിന് വേണ്ടിയിട്ട് നമ്മുടെ ആൾക്കാർ ഇങ്ങോട്ടേക്ക് ട്രാവൽ ചെയ്ത് വരാൻ വേണ്ടിയിട്ട് റഷ്യ യുക്രൈനും വെടിനിർത്തൽ ഒപ്പിട്ടു, അവിടെ യുദ്ധം നിർത്തിവെച്ചു. എന്നിട്ട് നമ്മുടെ ഇന്ത്യൻ പതാക ഒട്ടിച്ച് അവിടെയുള്ള ആൾക്കാരെ ഇവാക്യുവേറ്റ് ചെയ്ത് കൊണ്ടുവരുന്ന കാഴ്ചയാണ് നമുക്ക് കാണാനായിട്ട് സാധിച്ചത്. അങ്ങനെയുള്ള ആൾക്കാരെ നമ്മൾ ഇവാക്യുവേറ്റ് ചെയ്തുകൊണ്ട് വരുമ്പോൾ പാകിസ്ഥാൻ അവരുടെ ജനങ്ങളെ കൈയൊഴിഞ്ഞിരിക്കുകയായിരുന്നു. അവരെ കൂടെ നമ്മൾ കൊണ്ടുവന്നു. അതാണ് ഞാൻ പറഞ്ഞത്, ഹ്യൂമാനിറ്റിക്ക് ഇന്ത്യ കൊടുക്കുന്ന സന്ദേശം അതിഭീകരമാണ്, അതിവലുതാണെന്നാണ് പറയുന്നത്. അത് ഭയങ്കരമായിട്ടുള്ള വലിയൊരു സന്ദേശമാണ് നൽകുന്നത്. ഇപ്പോൾ UN ബഫർ സോണായിട്ട് പ്രഖ്യാപിച്ചിരിക്കുന്ന സ്ഥലത്ത് നിന്നാണ് ഈ ഇന്ത്യൻ പട്ടാളക്കാരനായിട്ടുള്ള സുരേഷ് എന്ന് പറയുന്ന ഹവിൽദാറെ കൊണ്ടുവന്നിട്ടുള്ളത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഇവിടേക്ക് കൊണ്ടുവന്ന ഈ സാഹചര്യത്തിൽ വലിയ രീതിയിലുള്ള പ്രശംസ ഇന്ത്യ അർഹിക്കുന്നുണ്ട്. മിനിറ്റുകൾക്കകം തന്നെ നമ്മൾ ഇവാക്യുവേറ്റ് ചെയ്തുകൊണ്ട് വന്നു. നേരത്തെ ഇതുപോലൊരു വലിയ ഇവാക്യുവേഷൻ കണ്ടത് എവിടെയാണെന്ന് അറിയാമോ? നമ്മുടെ സുഷമ സ്വരാജ് മന്ത്രിയായിട്ടിരുന്നപ്പോൾ യമനിലെ നേഴ്സ് യമനിലെ അതിഭീകരമായിട്ടുള്ള ഹൂതി വിമതരുടെ ആക്രമണം കടുത്തപ്പോൾ അവിടെയുള്ള നേഴ്സുമാരെ മുഴുവൻ, ആ ഓപ്പറേഷന്റെ പേരെന്താണെന്ന് ഞാൻ മറന്നുപോയി, ഒരു ഓപ്പറേഷന്റെ പേരിട്ടിട്ട് അവിടെ നിന്ന് നേഴ്സുമാർ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരുന്ന, ഇതെല്ലാം സംഘർഷഭരിതമായിട്ടുള്ള പ്രദേശമാണ്. ഇവിടെയൊക്കെ നമുക്ക് ഇടപെടാനായിട്ട് സാധിക്കുന്ന എന്തുകൊണ്ടാണ്? നമ്മൾ അവരുമായിട്ട് പുലർത്തുന്ന നയതന്ത്ര ബന്ധം, അത് അവരുമായിട്ടില്ലെങ്കിൽ പോലും അവർ പറഞ്ഞാൽ കേൾക്കുന്ന രാജ്യങ്ങളുമായിട്ട് നമുക്ക് ബന്ധമുണ്ട്. ചൈനയുമായിട്ട് ഇപ്പം നല്ല ടേംസ്, ഇന്നൊരു വാർത്ത വരുന്നുണ്ട്, ചൈനയിലെ സകല പട്ടാളക്കാരെയും നമ്മൾ അടിച്ചൊതുക്കിയിട്ടുണ്ട്. ഇല്ലെങ്കിൽ പോലും റഷ്യ പറഞ്ഞാൽ ചൈന കേൾക്കും. അപ്പൊ അങ്ങനെ ഒരു രീതിയിൽ നമ്മൾ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട്. അപ്പൊ യമനിൽ നമ്മളന്ന് പറന്നിറങ്ങിയ നേഴ്സുമായ സുഷമ സ്വരാജ് ആയിരുന്നു. സുഷമ സ്വരാജ് അങ്ങേയറ്റം വാഴ്ത്തപ്പെട്ട ഒരു വിദേശകാര്യമന്ത്രിയാണ് സുഷമ സ്വരാജ്. അപ്പൊ സുഷമ സ്വരാജ് ആയിരുന്നു, ഇപ്പൊ ജയശങ്കറാണ്. അപ്പോൾ ഇത് വലിയൊരു സംഭവമായിട്ട് തന്നെ ലോകരാജ്യങ്ങൾ കാണുകയാണ്. സിറിയൻ ബോർഡറിൽ നിന്ന് നമ്മുടെ ഇന്ത്യൻ പട്ടാളക്കാരനെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്ന് വലിയ രീതിയിലുള്ള ഇവാക്യുവേഷൻ നമ്മൾ നടത്തിയത്. പോരാത്തതിന് ഇസ്രായേലിന് ഇപ്പം അറിയാലോ, ഇസ്രായേൽ ഇപ്പോൾ യുദ്ധം ഘടിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇസ്രായേൽ ഏത് നിമിഷം വേണമെങ്കിലും എന്ത് സംഭവിക്കാമെന്നുള്ള സാഹചര്യമാണ് ഇസ്രായേലിൽ നിൽക്കുന്നത്. അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ ഇന്ത്യൻ വ്യോമസേന അവിടെ നമ്മുടെ ഒരു പട്ടാളക്കാരനെ ഇവാക്യുവേറ്റ് ചെയ്തുകൊണ്ട് വരിക എന്ന് പറയുന്നത് തന്നെ ഇപ്പോൾ ഒരുപാട് രാജ്യങ്ങൾ അതിൽ വലിയൊരു അത്ഭുതം പ്രകടിപ്പിച്ചിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഞാൻ ട്വിറ്ററിലൊക്കെ ഒരുപാട് വാർത്തകൾ കണ്ടു. കാരണം ഇതൊരു എന്താ പറയാ, ഒരു $1 മില്യൺ മൊമെന്റ് ആണ് ഇന്ത്യക്ക് എന്ന് പറയുന്നത്. അങ്ങനത്തെ ഒരു സെറ്റപ്പാണ് നമുക്കുള്ളതെന്നാണ് പറയാനായിട്ട് നമുക്ക് സാധിക്കുന്നത്. ഓരോ ജീവനും വിലപ്പെട്ടതാണ്. ഇന്ത്യ കൊടുക്കുന്ന വില, അത് ഓരോ ജീവനും. ഇപ്പം ഞാൻ പറഞ്ഞില്ലേ, യുക്രൈനിൽ നിന്ന് കൊണ്ടുവന്നപ്പോൾ തന്നെ നമുക്ക് മനസ്സിലായി ഇന്ത്യയിലെ ഒരു സാധാരണ പൗരന് നമ്മൾ എത്ര വിലയാണ് കൊടുക്കുന്നതെന്ന് നമുക്ക് മനസ്സിലായി. അപ്പോൾ ഒരു പട്ടാളക്കാരന് ഒരു പ്രശ്നമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും, നമ്മൾ അതിൽ ഇടപെടുന്ന രീതി എന്തായിരിക്കും, ഏത് സംഘർഷ ഭൂമിയിൽ നിന്നും നമ്മൾ അവരെ ഇവാക്യുവേറ്റ് ചെയ്ത് കൊണ്ടുപോകും എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് കഴിഞ്ഞ ദിവസം നടന്നത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.